നമസ്കാരം. എറണാകുളം ബസിലിക്ക ഇടവകയിൽ വിമത വിഷം ആഹാരമാക്കി വളർന്നു വന്ന വിഷവിത്ത് ജെഫ് എന്ന ഓമനപ്പേരിൽ വെക്കുന്ന കോഴലിപ്പറമ്പിൽ ജേക്കബ് അച്ഛന് മാനസിക വിഭ്രാന്തി ഉണ്ടായോ? മനോനില തെറ്റിയെങ്കിൽ എത്രയും വേഗം ഊളംപാറയിലോ കുതിരവട്ടത്തോ അഡ്മിറ്റ് ചെയ്യണം. മഞ്ഞപ്ര ഫെറോന പള്ളിയിലെ കൊച്ചച്ഛനായ ഇദ്ദേഹം ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ കുർബാനയ്ക്ക് ശേഷം അറിയിപ്പുകൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് ജനമതിയെ ഓഫാക്കി തരികിട കാണിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്, മാനസിക നില തെറ്റിയോ എന്ന്. വിശുദ്ധ കുർബാനയ്ക്ക് വന്ന ജനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരു വല്യച്ഛനോട് കുർബാനയ്ക്കിടയിൽ കേവലം ഒരു കൊച്ചച്ഛൻ ഇമ്മാതിരി ധാർഷ്ട്യം കാണിക്കുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടതെന്ന് പ്രായം ചെന്ന അമ്മമാർ പോലും വികാരഭരിതരായി പറഞ്ഞു. വല്യച്ഛൻ വായിക്കട്ടെ, അച്ഛൻ മിണ്ടാതിരിക്കുക എന്ന് വിശ്വാസികൾ പറഞ്ഞിട്ടും ധാർഷ്ട്യത്തോടെ എതിർത്ത് നിൽക്കുകയാണ് ജെഫ് കത്തനാർ ചെയ്തത്. ഒരു സീനിയർ വൈദികനോട് പോലും ഇതുപോലെ പ്രവർത്തിക്കുന്ന ജെഫിനെ പോലുള്ളവർ നക്സൽ ബാരികളെ തോൽപ്പിക്കുന്ന തീവ്രവാദികളായി മാറുമെന്നുള്ളതിന് തർക്കമില്ല. വിമത നേതാവ് മുണ്ടാടന്റെ ഉറ്റ അനുയായ ഇദ്ദേഹത്തിനെതിരെ സഭാ നേതൃത്വം മൗനം പാലിക്കുന്നത് വിശ്വാസികൾ അമർഷം പുകയ്ക്കുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഇഷ്ടമില്ലാത്ത സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ എല്ലാം ക്ഷമിക്കുമെന്ന തോന്നലാണ് ജെഫിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇതിനു മുമ്പും ഊരക്കാടൻ അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഹു ആർ യു ടു ടെൽ ദിസ് ടു മീ എന്നാണ് ജെഫിൻ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള അഹങ്കാരം ഈ കൊച്ചു കത്തനാർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതിന് ഉത്തരം വാസൽ പിതാവ് വിമത കൂട്ടത്തെ വിശേഷിപ്പിച്ച ഡയബോളിക് അഥവാ സാത്താനികം എന്ന വാക്കിലുണ്ട്. വിശ്വാസികൾ ഈ കുട്ടിക്കത്തനാരുടെ അക്രമത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന് കുടപിടിക്കാനാണോ എറണാകുളം കുര്യയുടെ തീരുമാനം എന്നറിയാൻ കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഐ വിൽ വാനിഷ് ദീസ് ക്രൂക്ഡ് ഡെവിൾസ് ഫ്രം ദ ചർച്ച് എന്ന് പറയാൻ സമയമായി.